ഈശ്വരാ, ഈ കാടൻ പൂച്ചയെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? ഹായ്. പൂച്ചയായാലും ശരി, ആരായാലും ശരി, ഇന്ന് അതിനെ പിടിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. കുറെ ദിവസമായി രണ്ടിനെ ഞാൻ തേടിക്കൊണ്ട് നടക്കും. ആഹാ, അത്ര കൊള്ളില്ലല്ലോ. പിടിച്ച ഞാൻ വെറുതെ വിടൊന്നുമില്ല. തൊലി ഉരിച്ച് കൊത്തി എരിഞ്ഞ് കഷ്ണം കഷ്ണമാക്കും. എന്നിട്ട് നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പിയെടുത്ത് കോർത്ത് മുളക് അരച്ചു പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ ഇറങ്ങ വെളിയില്, മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനിങ്ങി വരട്ടെ. ഒന്നും വേണ്ടായിരിക്കും പിള്ളേരെ. നിക്കേ ചിന്നു ഇറങ്ങ. ഹായ് മാളൂട്ടിയെ, അങ്ങ് വലുതായല്ലോ. അപ്പച്ചയുടെ സുന്ദരി കുട്ടി. ഇവളെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചിന്നുവിനെ മോടെ ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ്ണ കച്ചവടം അങ്ങനെ പെട്ടെന്നൊക്കെ ഇട്ടറിഞ്ഞ് പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും. രമേശ് ചേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ. ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമോനെ, അതെ, ശതാവരിക്കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീരപ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. രമേശൻ നായരെ തമാശ കളിക്കല്ലേ? രമേശൻ നായരെ കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പച്ചേ, അപ്പച്ചേ. അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുപോകാനുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നിപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കായിരുന്നു. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ, ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അല്ല, സൊറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി, പോ. നാരായണ ഗുരുവായൂരപ്പ. മാളൂട്ടി, എവിടെ കുട്ടികള്? ഇതെന്നാ പണിയാ? റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ആ പെട്ടിയുടെ ചാവി എവിടെ വെച്ചേ? എന്തായാലും മക്കളെ ഓടാതെ വീഴും. വാ മോളെ, കയറി. ഗോപി കയറിക്കേ. അല്ല, എല്ലാരും കൂടെ വീടടച്ചു പോയാലെങ്ങനാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജ കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരൻ പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം. അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ്റെ വാ. വല്ലതും മനസ്സിലായോ? മോളെ, എന്റെ മാളൂട്ടിയമ്മേ. മോനെ, ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ, ഈ കരച്ചിലത്. ഇങ്ങോട്ട് നോക്കി, ചിരിച്ചേ. ചിന്നു, വിലാസിനെ ചെപ്പോന്നു. ഇന്നലെ
അളിയോ ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ട് കണ്ടേ. ആ. രാജി വന്നില്ലേ? എല്ലാരും കൂടെ വന്നാൽ എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ? അച്ഛാ, നമ്മള് അമ്മയിലേക്ക് പോകുമ്പോ എന്റെ അപ്പുനെ കൊണ്ടുപോകും. തുടങ്ങി ഒരു അപ്പു. അപ്പൂനെയല്ല ആരെ വേണേലും കൊണ്ടുപോവാം. ആട്ടെ ആരായി അപ്പു? ഓ, ഒരു ആശ്രയരം പിടിച്ച പട്ടി. അല്ല അച്ഛാ, നല്ല പറ്റിയാ. പട്ടിക്കുട്ടിയല്ല, എന്റെ മാളൂട്ടിയമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. ശരിക്കും പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടിയൊക്കെ ഓടിക്കാം. അല്ല, പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു... അയ്യോ, അതിന് ലൈസൻസ് മാത്രം പോരല്ലോ, പിന്നെ തലയ്ക്കകത്തൂടെ എന്തെങ്കിലും വേണ്ടേ? ഇവന്റെ തമാശ. പോടാ അവിടുന്ന്. ഇവന്റെ തമാശ. ഞാൻ പോയി പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെക്ക്. നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ് രാജി. ഞാനോ